ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് അതായത് ഗർഭകാല പ്രമേഹത്തെ കുറിച്ചിട്ടാണ്. 6 ടോപ്പിക്കായിട്ടാണ് പറയുന്നത്. ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് എന്താണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, മുൻകരുതലുകൾ എന്തൊക്കെയാണ് എടുക്കാൻ പറ്റുക, 5ാമത്തെ ടോപ്പിക് വന്നിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ലാസ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ 6 ടോപ്പിക്കായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് പറയുന്നത് എന്താണ് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ്. പ്രഗ്നൻസിയുടെ സമയത്ത് മാത്രമായിട്ട് സ്ത്രീകളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥയാണ് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് അതായത് ഗർഭകാല പ്രമേഹം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഗർഭകാല പ്രമേഹം ഉണ്ടാകുന്ന സ്ത്രീകളിൽ പ്രസവത്തോടു കൂടി തന്നെ ബ്ലഡ് ഷുഗർ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. പ്രഗ്നൻസിയുടെ ഏത് മാസത്തിൽ വേണമെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെങ്കിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് സെക്കൻഡ് ഹാഫ് മുതലാണ്, അതായത് 4.5 മാസങ്ങൾക്ക് ശേഷം. അതുകൊണ്ടാണ് 5ാം മാസത്തിൽ ഡോക്ടേഴ്സ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. പ്രധാനമായും 4 സിംറ്റംസ് ആണുള്ളത്. അമിതമായിട്ടുള്ള ദാഹം, ഇടയ്ക്കിടെ യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, അമിതമായിട്ടുള്ള ക്ഷീണം, വായ വല്ലാതെ വരണ്ടു പോവുക. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള 3 ലക്ഷണങ്ങളും പ്രഗ്നൻസിയുടെ സമയത്ത് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് 5ാം മാസത്തിൽ ഡോക്ടേഴ്സ് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഓറൽ GTT നടത്താനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഓറൽ GTT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അതായത് 75 ഗ്രാംസ് ഗ്ലൂക്കോസ് പൗഡർ സൊല്യൂഷൻ ആക്കിയിട്ട് കുടിക്കാൻ തരാണ് ചെയ്യുക. ഈ ഗ്ലൂക്കോസ് പൗഡറിനോട് നമ്മുടെ ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തുന്നത്. ഫാസ്റ്റിങ്ങിൽ 92 മേലെയും ഗ്ലൂക്കോസ് പൗഡർ കുടിച്ച് 2 മണിക്കൂറിന് ശേഷം 150 മേലെയും ബ്ലഡ് ഷുഗർ നിൽക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ കാലത്ത് ഗർഭിണികളാവുന്ന സ്ത്രീകളിൽ 2% മുതൽ 10% വരെയുള്ളവർക്കും ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ശരീരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിച്ച് അത് ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഈ ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസിനെ ശരീരകോശങ്ങളിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെ ശരീരകോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് നീങ്ങിയാൽ മാത്രമാണ് നമുക്കത് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. ഈ പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയെയും കുഞ്ഞിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലസൻറ്റ പലതരം ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കുഞ്ഞ് വളരും തോറും ഈ ഹോർമോൺസിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കും. ഈ ഹോർമോൺസിൽ കൂടുതലും നമ്മുടെ ഇൻസുലിനെ എതിരെ പ്രവർത്തിക്കുന്ന ഹോർമോൺസ് ആയിരിക്കും. ഭൂരിഭാഗം സ്ത്രീകളിലും ഇത്തരം ഹോർമോൺസിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന്റെ അളവും കൂടാറുണ്ട്. എന്നാൽ ചില സ്ത്രീകളിൽ ഹോർമോൺസ് കൂടുന്നതിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിന്റെ അളവിൽ കാര്യമായിട്ടുള്ള വർധനവ് ഉണ്ടാവാറില്ല. ഇതുവഴി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവും വർദ്ധിക്കും. ഇതാണ് ഗർഭിണികളിൽ പ്രമേഹം വരാനുള്ള പ്രധാന കാരണമായിട്ട് പഠനങ്ങൾ പറയുന്നത്. ഇനി മറ്റുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗർഭിണിയായ സ്ത്രീ 25 വയസ്സിന് മീതെ പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഗർഭിണിയുമായി വളരെ അടുത്ത രക്തബന്ധമുള്ള ആർക്കെങ്കിലും ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്കും ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതയുണ്ട്. മുന്നത്തെ പ്രഗ്നൻസിയിൽ ഡയബറ്റിക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയിലും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മുന്നേ പ്രസവിച്ച കുഞ്ഞിന് 4.5 കിലോഗ്രാമോ അതിൽ കൂടുതലായിട്ടുള്ള ഭാരമോ ഉണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയിലും ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് പ്രതീക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീ ഓവർ വെയ്റ്റ് ആണെങ്കിലും ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി പറയുന്നത് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരാതിരിക്കാനായിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ടൈമിലോ പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസങ്ങളിലോ എടുക്കാൻ പറ്റുന്ന മുൻകരുതലുകളെ കുറിച്ചാണ്. ആദ്യമായിട്ട് ഹെൽത്തി ഫുഡ്സ് കഴിക്കുക, അതായത് ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. അതുപോലെ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ പരമാവധി കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. ദിവസേന ഒരു 30 മിനിറ്റെങ്കിലും ശരീരത്തെ ആക്റ്റീവായിട്ട് നിർത്തുന്ന രീതിയിലുള്ള വർക്കൗട്ടുകളിലോ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുക.
പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് തൂക്കം കുറയ്ക്കാനായിട്ട് സജസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് ഓവർ വെയ്റ്റ് ഉള്ളവർ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ കഴിയാവുന്ന രീതിയിൽ തൂക്കം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാവുന്നത് തടയാനായിട്ട് കഴിയും. ഇനി പറയാൻ പോകുന്നത് ഗർഭകാല പ്രമേഹം മൂലം ഗർഭിണിക്കും ഗർഭസ്ഥ ശിശുവിനും ഉണ്ടാകാനിടയുള്ള പ്രോബ്ലംസിനെ കുറിച്ചാണ്. ആദ്യത്തെ പ്രശ്നം ഗർഭകാല പ്രമേഹത്തിൻ്റെ ഫലമായിട്ട് കുഞ്ഞിൻ്റെ വലുപ്പം വളരെ വർദ്ധിക്കും എന്നതാണ്. ഇതുമൂലം നോർമലി നടക്കേണ്ട ഡെലിവറി സിസേറിയൻ ആകാൻ സാധ്യതയുണ്ട്. അടുത്ത പ്രോബ്ലം ഗർഭാശയത്തിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കൂടും എന്നതാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് 24 സെൻറ്റിമീറ്ററിലും കൂടുന്ന അവസ്ഥയാണ് പോളിഹൈഡ്രോംനിയോസ് എന്ന് പറയുന്നത്. ഇത് പ്രിമേച്വർ ബർത്ത് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. 37 ആഴ്ച തികയുന്നതിന് മുന്നേ പൂർണ്ണ വളർച്ച പ്രാപിക്കാത്ത കുഞ്ഞിനെ പ്രസവിക്കുന്നതിനെയാണ് പ്രിമേച്വർ ബർത്ത് എന്ന് പറയുന്നത്. അടുത്ത പ്രോബ്ലമായിട്ട് പറയുന്നത് ഡെലിവറിയുടെ സമയത്ത് ബ്ലഡ് പ്രഷർ വല്ലാതെ കൂടുന്ന സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷൻ പ്രീ എക്ലാംസിയ എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലഡ് പ്രഷർ കൂടുന്നത് മൂലം ഡെലിവറി സമയത്ത് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനിടയുണ്ട്. അടുത്ത പ്രശ്നം പ്രസവിച്ച കുഞ്ഞിൻ്റെ ബ്ലഡ് ഷുഗർ വല്ലാതെ താഴ്ന്നു പോകുന്ന സിറ്റുവേഷനാണ്. അമ്മയുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് പ്ലസൻ്റ വഴി കുഞ്ഞിൻ്റെ രക്തത്തിലെത്തുകയും തൽഫലമായിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ അമിതമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇക്കാരണത്താലാണ് പ്രസവശേഷം കുഞ്ഞിൻ്റെ ബ്ലഡ് ഷുഗർ വല്ലാതെ താഴ്ന്നു പോകുന്നത്. ഇനി വളരെ അപൂർവമായി മാത്രം ഗർഭകാല പ്രമേഹം കാരണത്താൽ ചിലർക്ക് നിർഭാഗ്യവശാൽ കുഞ്ഞിനെ തന്നെ നഷ്ടപ്പെടാറുമുണ്ട്. അടുത്ത ഒരു പ്രോബ്ലം, ഒരിക്കൽ ഗർഭകാലത്ത് പ്രമേഹം വന്നിട്ടുള്ള സ്ത്രീക്ക് അടുത്ത പ്രഗ്നൻസിയിലും ഇതുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വന്ന സ്ത്രീക്ക് ഭാവിയിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. ഇനി പറയാൻ പോകുന്നത് ഗസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഗസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെന്ന് തീർച്ചയായാൽ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് പോലെ ഡയറ്റും എക്സസൈസും ചെയ്യേണ്ടതാണ്. ഗർഭിണികളെ സംബന്ധിച്ച് നടത്തം നല്ലൊരു എക്സസൈസാണ്. ഡെയിലി കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും ശരീരം ആക്റ്റീവായിരിക്കണം. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം യൂറിൻ വഴി ഒരു പരിധി വരെയൊക്കെ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. ഭക്ഷണം കൃത്യസമയത്ത് തന്നെ കഴിക്കുന്നത് ശരീരത്തിൻ്റെ ഗ്ലൂക്കോസ് ബാലൻസ് നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ധാരാളം പച്ചക്കറികളും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഷുഗർ കണ്ടൻറ്റ് കൂടുതലായി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും പരമാവധി ഒഴിവാക്കുക. ഇനി കൃത്യമായ ഡയറ്റിനും എക്സസൈസിനും ശേഷവും ബ്ലഡ് ഷുഗർ കുറഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടേഴ്സ് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഇൻസുലിൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. സാധാരണയായി മെറ്റാഫോർമിൻ പോലെയുള്ള ടാബ്ലറ്റ്സ് ആണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. അപൂർവമായി ചിലർക്ക് ഈ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് മൂലം ഛർദി, വയറുവേദന, വയറിളക്കം, വിശപ്പില്ലായ്മ തുടങ്ങിയ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ ടാബ്ലറ്റ്സ് കഴിക്കാൻ തുടങ്ങിയ ശേഷം ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. ടാബ്ലറ്റ്സ് കഴിക്കുന്നത് മൂലം സൈഡ് എഫക്ട്സ് ഉള്ളവർക്കും അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് മൂലം പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയാത്തവർക്കുമാണ് ഡോക്ടേഴ്സ് പൊതുവെ ഇൻസുലിൻ നിർദ്ദേശിക്കാറുള്ളത്. അതുപോലെ തന്നെ തുടക്കത്തിൽ ഷുഗർ ലെവൽ വളരെ കൂടുതലാണെങ്കിൽ ടാബ്ലറ്റ്സിന് പകരം ഡയറക്റ്റ് ഇൻസുലിൻ ആണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുള്ളത്. പ്രമേഹം മൂലം കുഞ്ഞിൻ്റെ വലുപ്പം വളരെ കൂടുതലാണെങ്കിലും ഗർഭാശയത്തിലുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുതലാണെങ്കിലും ഇൻസുലിൻ ആണ് പ്രോപ്പർ മെഡിക്കേഷനായിട്ട് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത്രയാണ് ഗർഭകാല പ്രമേഹത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.